കനത്ത മഴയിലും കാറ്റിലും കുറുമാത്തൂർ കടവ് പരിസരത്ത് വ്യാപക കൃഷിനാശം. പ്രദേശത്തെ കർഷകരായ ലത്തീഫ്, ഇബ്രാഹിം, ബഷീർ എന്നിവരുടെ കൃഷിയിടങ്ങളാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ നശിച്ചത്. കഴിഞ്ഞ ദിവസം വീശിയടിച്ച ശക്തമായ കാറ്റിൽ കുറുമാത്തൂർ കടവ് പ്രദേശത്ത് വലിയ കൃഷിനാശമാണ് സംഭവിച്ചത്. കെ.പി. ലത്തീഫിന്റെ 60ഓളം കുലച്ച വാഴകളാണ് നിലംപൊത്തിയത്. ബഷീറിന്റെ 20 വാഴകളും കാറ്റിൽ നശിച്ചു. സ്വന്തം സ്ഥലത്തും പാട്ടത്തിനടുത്ത ഭൂമിയിലുമായിരുന്നു ഇവർ കൃഷി ഇറക്കിയത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. കഴിഞ്ഞ 15 വർഷമായി കൃഷി മാത്രം ഉപജീവന മാർഗമാക്കിയ കർഷകർക്ക് ഇത് വലിയ ആഘാതമാണ് നൽകിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അധികാരികൾ കർഷകർക്കുണ്ടായ നാശനഷ്ടത്തിന് ധനസഹായം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. വാർഡ് മെമ്പർ നൌഷാദ് പുതുക്കണ്ടം ഉൾപ്പെടെയുള്ളവർ കൃഷിയിടങ്ങൾ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിലും മഴയിലും കുറുമാത്തൂർ പഞ്ചായത്തിലെ കുറുമാത്തൂർ 7ാം വീടിൽ വ്യാപകമായ രീതിയിലുള്ള കൃഷിനാശമാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വാഴത്തോട്ടം ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി കൃഷി ഉപജീവന മാർഗമായി കൊണ്ടു നടക്കുന്ന ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു സഹോദരൻ്റെതാണ്. ഇന്നലെ ഉണ്ടായ കാറ്റിൽ 150ഓളം വരുന്ന വാഴകൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട്. അപ്പോൾ കൊലകളൊക്കെ കൊത്താൻ 1-2 ആഴ്ച മാത്രം ബാക്കിയുള്ള ഒരു സമയത്താണ് ഇത്തരം ഒരു പ്രയാസകരമായ അവസ്ഥ ഉണ്ടായത്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, തൊട്ടപ്പുറത്ത് ലത്തീഫ് എന്ന് പറഞ്ഞൊരു സഹോദരൻ്റെ 60ഓളം വാഴ നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറുമാത്തൂർ കടവിന് ബഷീർ എന്ന് പറയുന്നൊരു മറ്റൊരു സഹോദരൻ്റെ 25 വാഴ. അങ്ങനെ ഈ വാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി ഇന്നലെ അപ്രതീക്ഷിതമായി കടന്നു വന്ന ശക്തമായ കാറ്റിലും മഴയിലും നിരവധി കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. എത്രയും വേഗം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാവണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.